പ്രിയമുള്ളവരെ, നമ്മളുടെ സ്കൂളിൽ ഒക്ടോബർ 2-ാം തീയതി തൊട്ട് 11-ാം തീയതി വരെയുള്ള ന്യൂസ് പേപ്പറിനെ ബേസ് ചെയ്ത് കുട്ടികളിൽ ഒരു ന്യൂസ് പേപ്പർ ഉണ്ടാക്കുന്ന ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു. അപ്പം അതിൽ എനിക്ക് 1-ാം ക്ലാസ്സിലെ കുട്ടികളായ അഭിമാനും ദിയയും, ഇത് എൻ്റെ അഭിമാൻ, ഇതെൻ്റെ ദിയ, ഇവരുണ്ടാക്കിയ, എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് കൊണ്ടുവരണമെന്ന്, ഇന്ന് 11-ാം തീയതി കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വർക്കിംഗ് ഡേയിൽ കുട്ടികൾ എന്നെ കൊണ്ട് ഏൽപ്പിച്ചതാണ്. ഇത് മിക്കവാറും എല്ലാ ക്ലാസ്സിലും കുട്ടികൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ 1-ാം ക്ലാസ്സിലെ കുട്ടികളെ രാവിലെ തന്നെ കൊണ്ട് കാണിച്ചപ്പം എനിക്ക് തോന്നിയ എല്ലാവരിലേക്കും ഇത് എത്തിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം നമ്മളൊരു 2-ാം തീയതി ഒക്ടോബർ 2 തൊട്ട് 11 വരെയുള്ള, നമ്മൾക്ക് ഹോളിഡേയ്സ് ഒത്തിരി ഉണ്ടായിരുന്ന സമയങ്ങളാണ്. അപ്പം അഭിമാൻ ചെയ്ത നമ്മളുടെ ന്യൂസ് പേപ്പർ ഞാൻ കാണിക്കാം. ഇതാണ് അഭിമാൻ ചെയ്ത ന്യൂസ് പേപ്പർ. അത് എന്ത് കൗതുകകരമായ രീതിയിലാണ്, എന്ത് ഭംഗിയായിട്ടാണ് അവനത് ചെയ്തിരിക്കുന്നത്. നാട്ടുവാർത്തകൾക്ക് പ്രത്യേക സ്ഥലം, ഇൻഫർമേഷന് വേണ്ടിയിട്ട് പ്രത്യേക സ്ഥലം, ഇൻഫർമേഷൻ ബൈറ്റ്സ് എന്നൊക്കെയാണ് ഇതാണ് പ്രതികരണങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അതിനകത്തെ. പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള വാർത്തകൾ, എക്കണോമിക്സ്, വാണിജ്യം, പിന്നെ വിവിധ മറ്റുള്ള കുറേ ന്യൂസുകൾ. അതിൻ്റെ ഔട്ട്ലൈനിങ് ഒക്കെ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. തന്നെയുമല്ല അതിൻ്റെ കോർണേഴ്സിലൊക്കെ ബോർഡേഴ്സൊക്കെ ഇടാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ വാണിജ്യത്തിന് ഒരു പ്രത്യേക സ്ഥലം വന്നിട്ടുണ്ട്. ഇൻഫർമേഷൻ അഗെയിൻ കുറേ മറ്റുള്ള വാർത്തകൾ, പിന്നെ സ്പോർട്സിന് വേണ്ടിയിട്ട് പ്രത്യേക കോളങ്ങൾ കണ്ടു. ഈ റീസെൻ്റ് ആയിട്ടുള്ള എല്ലാ സ്പോർട്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ഒക്കെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. മോനേടാ അഭിമാൻ, ആരാടാ നിന്നെ ഇതിനൊക്കെ സഹായിച്ചു തന്നേ? അമ്മ സഹായിച്ചു തന്നല്ലേ? അമ്മാൻ ഇഷ്ടമായിരുന്നു ഇത് ചെയ്യാനായിട്ട്. നീ എല്ലാ ദിവസവും പത്രം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും അല്ലേ? രാവിലെ വരാൻ. അതാ പത്രം വന്ന് രാവിലെ പത്രം കയ്യിൽ കിട്ടി ഒന്ന് മറിച്ച് നോക്കുന്നത്, ഒന്ന് വായിച്ച് കുറച്ചൊക്കെ വായിച്ച് നോക്കുന്നത് കുട്ടികളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് ഒത്തിരി അവരെ സഹായിക്കും. അപ്പോൾ അഭിമാനെ ഫസ്റ്റ് സിയിലെ അഭിമാനെ സാർ പ്രത്യേകം അഭിനന്ദനങ്ങൾ പറഞ്ഞു കേട്ടോ. സമ്മാനം തരുന്നതാണ് അടുത്ത ദിവസം. അപ്പോൾ സാറിന് ഒരു ഉമ്മ എന്നേ. ഓക്കെ, ഇത് എൻ്റെ ദിയാക്കുട്ടിയാണ്. ഇത് ദിയാക്കുട്ടി സ്വന്തമായിട്ട് കൈ കൊണ്ട് എഴുതിയാണ് മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. പിക്ചേഴ്സ് മാത്രം ഒട്ടിച്ചിട്ട് ബാക്കി കൈ കൊണ്ട് എഴുതി വെച്ചിരിക്കുവാണ്. നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു പത്രം നമ്മൾ തിങ്ങി നിറച്ച് ഉണ്ടാകുന്ന അത്രയും നല്ല ഭംഗിയായിട്ട് ദിയാക്കുട്ടി എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് ബാക്കിയുള്ള കുട്ടികൾ ഇതൊക്കെ കണ്ട് പഠിക്കുന്നത് നല്ലതായിരിക്കും. നമ്മളുടെ 8-ാം ക്ലാസ്സിലെ 9-ാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ വളരെ കുറച്ച് പേര് മാത്രം ചെയ്യുമ്പം 1-ലെയും 2-ലെയും കുട്ടികളൊക്കെ ഇത് വളരെ കൃത്യതയോടെ, എന്ത് സ്നേഹത്തോടെയാണ് ചെയ്തത്. ദിയയോട് ചോദിക്കട്ടെ, ദിയ എന്തൊക്കെയായിരുന്നു ചെയ്തത്? ദിയാക്കുട്ടി എന്ത് ചെയ്തായിരുന്നു? എല്ലാ ദിവസവും പത്രം വരാൻ വെയിറ്റ് ചെയ്യുമോ? പത്രം രാവിലെ വരുമ്പോൾ എന്തെടുക്കും? ഓടിപ്പോയി എടുക്കും അല്ലേ? എന്നിട്ട് മറിച്ച് നോക്കിയിട്ട് നല്ല പിക്ചർ വരുന്നതിനകത്ത് നിന്ന് പൊക്കിയെടുക്കും അല്ലേ? എന്നിട്ട് അമ്മയെടുക്കെ കൊടുത്തിട്ട് ഒട്ടിച്ചു തരാൻ പറയും. അങ്ങനെയല്ലേ? നിന്നെ ചേച്ചി സഹായിച്ചു തന്നോടി? ചേച്ചി വേറെ ചെയ്തിട്ടുണ്ടോ? ചേച്ചി ചെയ്തോ പത്രം? ചേച്ചി ചെയ്തില്ല. ചേച്ചി എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ? കണ്ടോ, 6-ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ദിയയുടെ ചേച്ചിയുടെ പേരെന്നാ? നിധി ചെയ്തിട്ടില്ല. നിധി എന്നാൽ നല്ല മിടുക്കിയ കുട്ടിയാണ് ക്യാമ്പസിൽ. പക്ഷേ എങ്കിൽ 6-ാം ക്ലാസ്സായി, വലിയ കുട്ടിയായില്ലേ, അപ്പോൾ ചെയ്തില്ല. അതിന് പകരം കണ്ടോ, കൊച്ചു കുട്ടികളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പ്രിയ മാതാപിതാക്കളെ, ഞാൻ ഓർപ്പിക്കാൻ ശ്രമിക്കുന്ന ഇതാണ്, കുട്ടികളെ എല്ലാ ദിവസവും പത്രം രാവിലെ ഒന്ന് കയ്യിലെടുപ്പിക്കാനും പത്രം മറിച്ച് നോക്കാനും അത് കുറച്ച് വായിപ്പിക്കാനുമൊക്കെ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. പത്രം വായന, പത്രം കൈകൊണ്ട് തൊടുക എന്ന് പറയുന്നത് തന്നെ ജീവിതത്തിലെ ഐശ്വര്യം ഒരു ഭാഗത്തൂടെ കുട്ടികളുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് തുല്യമാണ്. അപ്പം ദിയക്കുട്ടിക്ക് പ്രത്യേക അനുഗ്രഹങ്ങളും ആശംസകളും. അപ്പോൾ ദിയക്കുട്ടി സാറിന് ഒരു ഉമ്മ എന്നേ. ഓക്കെ, അപ്പോൾ സാറിൻ്റെ 2 ചക്കരക്കുട്ടന്മാരും അഭിമാനും ദിയയും അവർ ആദ്യത്തെ ദിവസം തന്നെ അവരുടെ പത്രം കൊണ്ട് സബ്മിറ്റ് ചെയ്തിരിക്കുന്നു. അവർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ നേരുന്നു. അവരുടെ മാതാപിതാക്കളെ ഞാൻ പ്രത്യേകം പത്രം വീട്ടിൽ വരുത്തുന്നുണ്ട്. അത് കുട്ടികൾക്ക് കളിക്കാനും വെട്ടിയെടുക്കാനും ഒക്കെ കൊടുക്കുന്ന മാതാപിതാക്കളെ ഞാൻ പ്രത്യേകം അഭിനന്ദനങ്ങൾ പറയുന്നു. ഇങ്ങനെ ആയിരിക്കട്ടെ, നമ്മുടെ പുതിയ തലമുറ പത്രം വായിച്ച് വളർന്നു വരാനായിട്ടുള്ള എല്ലാ നന്മകളും പുതിയ തലമുറയ്ക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ സാറിൻ്റെ ചക്കരക്കുട്ടന്മാർ ഇനി എല്ലാ ദിവസവും പത്രം വായിക്കണം കേട്ടോ. പത്രം വായിക്കുമല്ലോ. ഇനി നമ്മൾ എത്ര വലിയ ആളായി ജോലി ആയാലും എല്ലാ ദിവസവും പത്രം വായിക്കാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. God bless you, my children. Love you.